നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കാൻ ഏറ്റവും നല്ല ചില പെരുമാറ്റ രീതികൾ, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ, രക്ഷിതാക്കൾക്ക് മക്കൾക്കിടയിൽ, ഒരു സ്ഥാപന മേധാവിക്ക് സ്ഥാപനത്തിലെ അംഗങ്ങൾക്കിടയിൽ, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർക്ക് അവരുടെ സമൂഹത്തിനിടയിൽ, ഇങ്ങനെ എല്ലാ തലത്തിലും നല്ല ബന്ധം രൂപപ്പെടുത്താൻ ഏറ്റവും ശക്തമായ വഴിയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ അറബിയിൽ അൽ അഫ്ആലുൽ മഹ്മൂദ എന്ന് പറയും. ഒരാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, സമീപനമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? വളരെ സിമ്പിളായിട്ട് ആണ് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റേണ്ടത്. എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ഫണ്ടമെന്റൽ റൂൾസ്, ഉസൂലിയായ കായിക. അതെന്താണ്? ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എപ്പോഴും വളരെ സിമ്പിൾ ആണ്. കാരണം നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ പകലാകാൻ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി. നമുക്കൊന്ന് ഉറങ്ങാൻ രാത്രിയാണ് നല്ലത്. രാത്രിയാകാൻ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇതുപോലെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ യുവാവാകാൻ, നമ്മൾ വലുതാകാൻ, ഓരോന്നിനും നമ്മൾ കാര്യമായി പ്രയാസപ്പെടേണ്ടതൊന്നുമില്ല. നമുക്ക് പഠിച്ച ഒരാൾക്ക് ജോലി ലഭിക്കും, അതുപോലെ നല്ല കഴിവുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. എപ്പോഴും ഒരാൾ പോസിറ്റീവായിരിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ എപ്പോഴും അവസരങ്ങൾ നിറഞ്ഞു നിൽക്കും. സന്തോഷപൂർവ്വം ജീവിച്ചു മുന്നോട്ട് പോകാൻ പറ്റും. നാം എപ്പോഴും നന്ദിയുള്ളവരാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ, ഹംദുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും പരിപോഷിച്ചു വരുന്നത് കാണാം. എപ്പോഴും വികസിച്ച് ഭംഗിയായി വരുന്നത് കാണാം. മനസ്സ് കുടുസാകുന്ന സമയത്ത്, മനസ്സിനെ തുറക്കാതിരിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നത്. കണ്ണടച്ചാൽ ഇരുട്ടാകും. ഇരുട്ടായാൽ നമുക്ക് നടക്കാൻ കഴിയില്ല. അത് പക്ഷെ നമുക്ക് മാത്രമാണ്. ഈ പ്രപഞ്ചം ഇരുട്ടാവില്ല. കണ്ണടച്ചാൽ നമുക്കിരുട്ടാകും. ഇതുപോലെ നാം ചില ശൂന്യതകളിലേക്ക് കൂപ്പുകുത്തിയാൽ അതിൻ്റെതായ പ്രയാസം നമുക്കുണ്ടാകും. കണ്ണ് തുറന്നാൽ എല്ലാ പ്രശ്നവും തീരും. ഇതുപോലെ ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരം എപ്പോഴും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പറയാണ്, നമ്മുടെ ഈ ഒരു വിഷയത്തിലും നല്ല ബന്ധം രൂപപ്പെടുത്താൻ എളുപ്പമാണ്. എന്താണ് ചെയ്യേണ്ടത്? പോസിറ്റീവ് റീഇൻഫോഴ്സിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. അതിലൊന്ന്, നാം ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ, അപ്പൊ ഇങ്ങനെ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയെ ഐ കോണ്ടാക്ട് ചെയ്യുക. സ്നേഹത്തിന്റെ പേരിൽ അവരുടെ മുഖത്തേക്ക് നോക്കൽ സാധാരണ ഉണ്ടാകാം. ഇപ്പോ ഒരാളൊരു അനുഭവം പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരാളോട് പറഞ്ഞു, നീ അയാളെ നോക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ആവശ്യമായ ഹെൽപ്പുകൾ ചെയ്യുക, ഭക്ഷണം എടുത്ത് എത്തിവെച്ചു കൊടുക്കുക, അതുപോലെ കഴിക്കാൻ ഇന്നവരുടെ അയാളെ ശ്രദ്ധയിൽപ്പെടാത്ത ഫുഡ് ഉണ്ടെങ്കിൽ ഇത് അയാളെ പെടുത്തി കൊടുക്കുക, കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ താല്പര്യം അറിയിക്കുക. ഇതൊക്കെയാണ് നോക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അയാൾ ഓരോ ഇതെടുക്കുമ്പോഴും ഇയാൾ ഇങ്ങനെ സൂക്ഷിച്ച് ഗൗരവത്തോടെ നോക്കിയപ്പോ അയാൾ ഫുള്ളും കഴിക്കാതെ എഴുന്നേറ്റ് പോയി, പേടിച്ചിട്ട്. അത് നോട്ടം 2 രീതിയിലുണ്ട്. പരിഗണിക്കാൻ വേണ്ടിയുള്ള നോട്ടമുണ്ട്, അതേ സമയത്ത് ഒരാളെ ഭീഷണിപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ അയാളെ വിമർശിക്കാനോ ഉള്ള നോട്ടമുണ്ട്. അപ്പൊ നോട്ടം സ്നേഹത്തിന്റെ പേരിൽ നോക്കുക, ഐ കോണ്ടാക്ട്, കണ്ണുകൾ കൊണ്ടുള്ള ബന്ധം നിലനിർത്തുക. അപ്പൊ സ്നേഹത്തിന്റെ പേരിൽ നോക്കുക എന്നത് ഏറ്റവും ശക്തമാണ്. സ്നേഹത്തിന്റെ പേരിലുള്ള ഒരു നോട്ടം അതിശക്തമാണ്. ഇത് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ വല്ല കാരണവശാലും ഒരു ദിവസം ആ നോട്ടം ഒന്ന് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ കുട്ടി അന്ന് അലോസരപ്പെടും. ഞാനൊരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഒരു മുതിർന്ന, വളരെ ഉയർന്ന അധ്യാപകരുള്ള, ദീർഘകാലത്തെ അധ്യാപന പരിചയമുള്ള, 30 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുള്ള ഒരു സദസ്സിൽ വെച്ച് ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഒരു വളരെ പ്രായമുള്ള നല്ലൊരു മികച്ച അധ്യാപകൻ, 2 വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള, അക്കാദമിക് വിദ്യാഭ്യാസവും അതുപോലെ ആത്മീയ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു നല്ല അധ്യാപകൻ, അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്റെ അധ്യാപകനിൽ നിന്ന് ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭം 2 സന്ദർഭമാണ്. ഒന്ന്,
ഞാനൊരു വൈകുന്നേരമുള്ള ഒരു ഒരു സദസ്സിൽ എത്തേണ്ടിയിരുന്ന ഒരു സദസ്സിൽ ഇച്ചിരി വൈകിപ്പോയതിന്റെ കാരണം ഒരു രോഗിയെ പെട്ടെന്ന് യാദൃശികമായ ഒരു രോഗിയെ സന്ദർശിക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആ ടൈം ഒന്ന് വൈകിപ്പോയി. അപ്പൊ എന്നോട് എന്തേ വൈകിയത് എന്ന് സാധാരണ ഇഷ്ടത്തോടെ മാത്രം നോക്കിയിരുന്ന, ഒരിക്കലും അങ്ങനെ ഒരു വിഷയം ചോദിക്കാത്ത ഒരാള് യാതൊരു ഗൗരവവും ഇല്ലാതെ എന്തേ വൈകിയത് എന്ന് ചോദിച്ചത് അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നും മറന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോഴും ഒരു തവണ നാട്ടിൽ പോയി തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് ചിരിക്കാതിരുന്നു. വേറൊന്നും ചെയ്തിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, മുഖം കറുപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ചിരിച്ചിട്ടില്ല. പക്ഷെ അതെനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. കാരണം എന്റെ ഗുരുനാഥൻ ചിരിക്കാതെ ഒരിക്കലും എന്നെ വരവേറ്റിട്ടില്ല. അപ്പോ അത്ര വളരെ ഒരു കാര്യമുള്ള ഒരു വിഷയമാണ് ഈ പറയുന്ന കാര്യം. ഇത് സന്തോഷത്തോടെ സ്ഥിരമായി ചെയ്യുന്ന ഒരാൾ വല്ലപ്പോഴും അതൊന്ന് പിൻവലിഞ്ഞു പോവുകയോ പിൻവലിക്കുകയോ ചെയ്താൽ അതൊരു വലിയ ശിക്ഷയായി അനുഭവപ്പെടും. അപ്പൊ ഒന്നാമത്തത് ഐ കോണ്ടാക്ട്, രണ്ടാമത്തത് സ്മൈൽ, പുഞ്ചിരിക്കുക, മൂന്നാമത്തേത് അഭിവാദ്യം. അപ്പോ മുസ്ലിംസ് തമ്മിലൊക്കെ ആണെങ്കിൽ സലാം പറയുക, സലാം അടക്കുക. ഇനി അതല്ല പിന്നെ അല്ലാത്തവരാണെങ്കിൽ ഒരു നമസ്കാരം പറയുക, അല്ലെ ഗുഡ് മോർണിംഗ് പറയുക, അങ്ങനെയുള്ള അഭിവാദ്യങ്ങൾ. മൂന്നാമത്തത് ഒരു വിശേഷങ്ങൾ അന്വേഷിക്കുക. ഹൗ ആർ യു, കൈഫ ഹാലക്, എന്തൊക്കെയുണ്ട് വിശേഷം, റാഹത്തല്ലേ എന്ന് സ്നേഹം അറിയിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. നാലാമത്തത്, അപ്പോ ഒന്ന് ഐ കോണ്ടാക്ട്, രണ്ട് സ്മൈൽ, മൂന്ന് അഭിവാദ്യം, നാല് വിശേഷം അന്വേഷിക്കുക. അഞ്ചാമത്തത് ഫിസിക്കൽ ടച്ച്, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോസിബിൾ ആകുന്നിടത്ത് അത്, അതല്ല ലൈക്ക് ആണെങ്കിൽ അങ്ങനെ, ബ്ലെസ്സിങ് ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ഇങ്ങനെ ഒരു 5 തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, തിങ്സ്, 5 വിഷയങ്ങൾ, 5 കാര്യങ്ങൾ. ഇതിലൂടെ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ചെലവൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അത് സ്ഥിരമായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരിക്കലും വിഭജിക്കാനാകാത്ത നല്ല ബന്ധം കാണാം, നല്ല ശക്തമായ ബന്ധം രൂപപ്പെടുന്നത് കാണാം. ഇത്രയും എളുപ്പമാണ് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന പ്രയോഗമാണ് ലേറ്റസ്റ്റ് ആയിട്ട് മനഃശാസ്ത്രപരമായ ഏരിയകളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത്. നമുക്കത് പരിശീലിച്ചു നോക്കാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. ജീവിതം പുഷ്പിച്ചു വരുന്നത് കാണാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനും നല്ല സന്തോഷം അനുഭവിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി സോണിന്റെ സന്തോഷം നേരുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.